തിരുവനന്തപുരം കാട്ടാക്കടയിൽ തിരുവോണ ദിവസം വ്യാപാരിക്കു നേരെ ആക്രമണം. തടഞ്ഞു നിർത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന 54,000 രൂപ അക്രമി സംഘം തട്ടിയെടുത്തു. 4-അംഗ പിടിച്ചുപറി സംഘത്തിനായി ഊർജിത അന്വേഷണത്തിലാണ് പോലീസ്. തിരുവോണ ദിവസം പുലർച്ചെയാണ് കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് സമീപം വ്യാപാരിയെ 4-അംഗ സംഘം ആക്രമിക്കുന്നത്. കാട്ടാക്കട ചന്തയ്ക്കുള്ളിൽ പഴക്കച്ചവടം നടത്തുന്ന ഷിബു കച്ചവടത്തിന് എതിരായിരുന്നു. തിരുവോണ ദിവസമായതിനാൽ ചന്തയിൽ ആൾത്തിരക്ക് കുറവായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് 4-അംഗ സംഘം ഷിബുവിനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. കയ്യിലുണ്ടായിരുന്ന 54,000 രൂപയും അക്രമി സംഘം പിടിച്ചുപറിച്ചു. ഗിരീഷ് എന്ന് പറയുന്നത് 2-ാം പ്രതിയാണ്. അവനാണ് എന്റെ നെറ്റിലടിച്ചത്. കറുപ്പൻ രാജേഷ് എന്റെ ഈ കണ്ണിലടിച്ചു വന്നു. ഞാൻ ഇപ്പം ഒന്നുമില്ലെങ്കിലും മണലിൽ കിടക്കുകയാണ്. പിന്നെ റേഡിയേറ്റർ മാഹിന്റെ മോൻ അനീഷ് എന്ന് പറയുന്നത് അവൻ എന്നെ കമ്പിപ്പാറക്കിട്ടടിച്ചു. പിന്നെ വന്നിട്ട് ഒരേ ഒരു വ്യക്തി എന്റെ പൈസ 54,000 രൂപ അടിച്ചുകൊണ്ട് പോയിരിക്കണം. ഞാൻ കളച്ചിൽ പോയിട്ട് വന്നതാണ്. വ്യാപാരിയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികൾ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സ്ഥിതി ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് കണ്ണാശുപത്രിയിലേക്കും കൊണ്ടുപോയി. ആക്രമണത്തിൽ കണ്ണിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇത് നോക്കിക്കൊള്ളണം, എന്റെ കണ്ണ് നോക്കിക്കൊള്ളണം. കണ്ണിന്റെ കാഴ്ചയ്ക്ക് പോയിരിക്കുക. എന്തെങ്കിലും ഒരു നിയമ നടപടിയൊക്കെല്ലാം ഉണ്ടാവാം. മുൻപും വ്യാപാരികൾക്കെതിരെ പിടിച്ചുപറി സംഘം പ്രദേശത്ത് സജീവമായിരുന്നു. ഇവരിലുൾപ്പെട്ട 4-അംഗ സംഘമാകാം വ്യാപാരിയെ ആക്രമിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് കാട്ടാക്കട പോലീസും പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.